ഹലോ മക്കളെ, ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള മഴത്തുള്ളി പിണക്കം എന്നുള്ള പാഠമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു, നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം. മണ്ണും വെള്ളവും വായുവും മലിനമാക്കാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? മണ്ണും വെള്ളവും വായുവും ഒക്കെ വേണം അല്ലേ? പ്ലാസ്റ്റിക്കുകൾ കൃത്യമായിട്ട് സംസ്കരിക്കണം. പിന്നെയോ, പുഴയിലേക്കോ മറ്റ് ജലസ്രോതസ്സുകളിലേക്കോ ഒന്നും വലിച്ചെറിയരുത് അല്ലേ? പ്ലാസ്റ്റിക് പോലുള്ളവ ഒന്നും വലിച്ചെറിയരുത്. പിന്നെ ഫാക്ടറിയിലെ മാലിന്യങ്ങളൊന്നും പുഴയിലേക്ക് ഒഴുക്കി വിടരുത്. പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കരുത്. പിന്നെ പ്രകൃതിയിലുള്ള കുന്ന്, മല, വയൽ ഇതുപോലെയുള്ളവ ഒന്നും നശിപ്പിക്കരുത് അല്ലേ? കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത്. കാലവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ. എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാലോ വരവാണ് അല്ലേ? മഴയുടെ വരവിനെയാണ് കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. ഒരു മിഥുന സായാഹ്നം. മിഥുനം എന്ന് പറയുന്നത് ഒരു മാസമാണ് അല്ലേ? മലയാള മാസമാണ്. സായാഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരം. കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. തെന്മല മരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തെന്മലയിലെ മരങ്ങൾ അല്ലേ? തെന്മലയിലെ മരങ്ങളാണ് തെന്മല മരങ്ങൾ. ചിലർ പറഞ്ഞു സൂര്യനില്ലാന്ന്. മറ്റു ചിലരാണെങ്കിലോ സൂര്യൻ മരിച്ചു എന്ന് പറയാണ്. വേറെ ചിലർ എന്താ പറയുന്നത്? മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു. നമ്മുടെ കണ്ണിൽ പെടുന്നില്ല എന്നേ ഉള്ളൂ, സൂര്യനുണ്ട് എന്നല്ലേ? സൂര്യനില്ല ചിലർ പറഞ്ഞു, സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു. പിന്നെയോ, മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു, നമ്മുടെ കണ്ണിൽ പെടുന്നില്ല, സൂര്യൻ ഉണ്ട്. തെന്മലക്കാറ്റ് വരുന്നു. തെന്മലക്കാറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ തെന്മല മരങ്ങൾ എന്ന് പറഞ്ഞ പോലെ തെന്മലയിലെ കാറ്റാണ് തെന്മലക്കാറ്റ്. തെന്മലക്കാറ്റ് വരുന്നു, മഴ വരുന്നു, വലിയ മുത്തുമഴ. കാറ്റ്, മഴ, ഇടി, പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി. കാറ്റിനോടും ഇടിയോടും കൂടിയ നല്ല മഴയാണല്ലേ വരുന്നത്. എന്നിട്ട് റോഡൊക്കെ കൈയടക്കി, റോഡും പാടവും ഒക്കെ കുത്തിയൊലിക്കുകയാണ്. എന്നിട്ട് ഒരു മഴത്തുള്ളി പറയാണ്, വൃത്തികെട്ട മനുഷ്യർ, വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി. ഈ വൃത്തികെട്ട മനുഷ്യർ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഭൂമിയെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയാണ്. ആ ഓട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം. ഓട്ടുപാത്രം തേച്ച് വെളുപ്പിക്കാം എന്നതിലൂടെ കവി പറയുന്നത് എന്താണ്? ഭൂമിയെ വെളുപ്പിക്കാം അല്ലേ? ഭൂമിയെ വൃത്തിയാക്കാം എന്നുള്ളതാണ്. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ, തോർത്തു മാത്രം ഉടുത്ത മരങ്ങൾ. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മഴ പെയ്യുമ്പോൾ വള്ളികളിലൊക്കെ മഴത്തുള്ളി ഇങ്ങനെ തട്ടിയിട്ട് വള്ളികൾ കുലുങ്ങും. ആ ഒരു കുലുക്കത്തെയാണ് തല ഒലുമ്പുന്ന വള്ളികൾ എന്ന് കവി പറയുന്നത്. മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. അതായത് റോഡിലൂടെ മഴവെള്ളം ഒലിച്ചു വരുന്നതിനെയാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? പി കുഞ്ഞിരാമൻ നായരാണ്. കവിയുടെ കാൽപ്പാടുകൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇവിടെ താഴെ തെന്മല മരങ്ങൾ എന്നതിന് തെന്മലയിലെ മരങ്ങൾ എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. എന്താണ് സായാഹ്നം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? വൈകുന്നേരം. അടുത്തത്, മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ. എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത്? ഏതാണ് മക്കളെ മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം? വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി. പിന്നെയോ, മഴത്തുള്ളി എന്തിനാണ് പിണങ്ങിയത്? മനുഷ്യർ പ്ലാസ്റ്റിക്കുകളും മറ്റ് വേസ്റ്റുകളും വലിച്ചെറിഞ്ഞ് ഈ ഭൂമിയെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. കീടനാശിനികളുടെ അമിത ഉപയോഗവും ഈ ഭൂമിയെ മലിനമാക്കി. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട മനുഷ്യർ തന്നെ അതിലുള്ള വെള്ളവും മണ്ണും വായുവുമെല്ലാം മലിനമാക്കിയത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത്. അടുത്ത ചോദ്യം, മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത്? മനുഷ്യർ മലിനമാക്കിയ ഈ ഭൂമിയെ ഒരു ഓട്ടുപാത്രം തേച്ച് മിനുക്കുന്നത് പോലെയാണ് മഴത്തുള്ളി വൃത്തിയാക്കുന്നത്. മഴവെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഭൂമിയിലുള്ള മാലിന്യങ്ങളും മറ്റും ഒഴുക്കിക്കളഞ്ഞാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് അല്ലേ? അടുത്ത ചോദ്യം, മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? പ്ലാസ്റ്റിക്കുകളും മറ്റും കൃത്യമായി സംസ്കരിച്ചും
മാലിന്യങ്ങൾ പുഴയിലേക്കും റോഡിലേക്കും വലിച്ചെറിയാതെയും അടുക്കളയിലെ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് കുഴിയിലിട്ടും ഫാക്ടറി മാലിന്യങ്ങൾ വേണ്ട വിധം സംസ്കരിച്ചും ഈ ഭൂമിയെ വൃത്തിയാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മഴത്തുള്ളിയുടെ വിഷമം മാറ്റാം. അടുത്ത ചോദ്യം, തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത്. ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നതെന്ന് കണ്ടെത്തി എഴുതൂ. ഒന്നാമത്തേതാണ്? മഴ വരുന്നു, വലിയ മുത്തുമഴ. ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളായിട്ടാണ് പെയ്യുക. മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? മുത്തുകൾ വീഴുന്നത് പോലെ തോന്നും അല്ലേ? അടുത്തത്, വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി. പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളും ഒഴിഞ്ഞ കുപ്പികളുമെല്ലാം മനുഷ്യർ വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ്. അങ്ങനെ മനുഷ്യർ ഈ ഭൂമിയെ വൃത്തികേടാക്കി എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഏതാണ്? മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ. അതായത് മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ച് കഴുകുന്നതായിട്ട് തോന്നും. ഇതാണ് കേട്ടോ കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത്, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കലങ്ങി മറിഞ്ഞ മഴവെള്ളം ടാറിട്ട റോഡിലൂടെ ഒഴുകുന്നത് കണ്ടാൽ എന്താ തോന്നുക? പെരുമ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ തോന്നുമെന്നാണ് കവി ഇവിടെ സൂചിപ്പിച്ചത്. മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുണ്ട്. ചിത്രം വായിക്കൂ. ഈ ഒരു ചിത്രം നോക്കിക്കല്ലേ, കുറേ വേസ്റ്റ് വൃത്തിയാക്കുന്നവരാണ് അല്ലേ. ഇവർ ആരാണ്? നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടോ? ഹരിതകർമ്മ സേനാംഗങ്ങളാണ് അല്ലേ. അപ്പോൾ ചിത്രം വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. എന്നിട്ടോ, കർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത്? ഓരോ വീട്ടിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം കണ്ടാൽ എന്ത് മനസ്സിലാക്കാം? മഴത്തുള്ളിയെ പോലെ തന്നെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ആര്? ഹരിതകർമ്മ സേനാംഗങ്ങൾ അല്ലേ. അപ്പം നമുക്ക് എഴുതി നോക്കാം. അപ്പം എന്താണ്? മഴത്തുള്ളിയെ പോലെ തന്നെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. അവർ ശേഖരിച്ച മാലിന്യങ്ങൾ പുനരുപയോഗിക്കേണ്ടവ, സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ വേർതിരിക്കുന്നുണ്ട്. ആ കാര്യമാണ് ശ്രീജ പള്ളം വരച്ച ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പാഠഭാഗം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ ഏതെങ്കിലും ക്ലാസ്സിൻ്റെതോ സബ്ജക്റ്റോ ആണ് വേണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ്സും സബ്ജക്റ്റും നോക്കുകയാണെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.